അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇവിടുത്തെ ചോദ്യം ഇന്ന് കസ്റ്റഡിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും അതിന്നൊരു നിത്യസംഭവമായിട്ട് മാറുകയാണ് കേരളത്തിൽ. അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മറുപടി മുഴുവൻ റഷ്യൻ വിപ്ലവം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരും ചൊവ്വന്നൂരും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരക്ഷരം മറുത്തു പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പോലീസിലൊരു ലോബി രൂപപ്പെട്ടിരിക്കുകയാണ്. ആ ലോബിക്ക് അധോലോക ബന്ധമുണ്ട്. ഇന്ന് രാസലഹരിക്കെതിരായിട്ടുള്ള നീക്കമാണ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്നത്. ഇവിടെ രാസലഹരി കേരളത്തിൽ വ്യാപിക്കുന്നതിൻ്റെ കാരണം എന്താ? സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടൊരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അടിയന്തര പ്രമേയം അനുവദിച്ചപ്പോൾ എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു, പ്രതിപക്ഷത്തിനെയൊക്കെ അങ്ങ് നിലം പരിശാക്കി എന്നുള്ള ഭാവമാണ്. സത്യത്തിൽ പ്രതിപക്ഷം പറഞ്ഞൊക്കെ ഇന്നലത്തെ ചർച്ചയോടുകൂടെ അത് 100% സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഞങ്ങളുടെ ശക്തമായിട്ടുള്ള സമരവുമായി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. പ്രത്യേകിച്ച് ചൊവ്വന്നൂരിൽ ശ്രീജിത്തിനെ മർദ്ദിച്ച ഒരു ഉദ്യോഗസ്ഥന് ഇനി യൂണിഫോം ഇട്ട് നടക്കാൻ പാടില്ല. ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. UDF സർക്കാർ വന്നാൽ എന്തായാലും ഡിസ്മിസ് ചെയ്യും. അതുവരെ ഒരു യൂണിഫോം ഇട്ടാൽ പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യും. സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് നടപടി എടുത്തിരിക്കുന്നത്. പീച്ചി സംഭവം തുടങ്ങി അനേകം സംഭവങ്ങളുണ്ട്. പീച്ചിയിൽ എന്താ ഉണ്ടായത്? വാദിനെയും പ്രതിനെയും തല്ലി. അതാണ് പീച്ചിയിലുണ്ടായത്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു മറുപടിയും പറയാനില്ല. അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അടിയന്തരാവസ്ഥയിൽ വലിയ മർദ്ദനയേറ്റ ആളല്ലേ മുഖ്യമന്ത്രി? അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി എന്താ ഇപ്പോൾ ഇങ്ങനത്തെ നിലപാട് സ്വീകരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം പഴയ ചരിത്രം പറയാനല്ല ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്, ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാനാണ്. അത് പറയുന്നതിൽ മുഖ്യമന്ത്രി ദയനീയമായിട്ട് പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പഴയകാല സംഭവങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അത് പോലീസിൻ്റെ മനോവീര്യത്തേക്കെടുത്തുന്ന ഇപ്പോഴത്തെ സംഭവങ്ങൾ ഇനിയുണ്ടല്ലോ ധാരാളം. എന്തിനാ പഴയതിലേക്ക് പോകുന്നത്? ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അത് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ ചോദ്യം അതാണ്. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്താ അവിടെ? മുഖ്യമന്ത്രി അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാഫിയ പോലീസിലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് മുമ്പ് തൃശ്ശൂർ പൂരം കലക്കിയ അജിത് കുമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണ് അതിൻ്റെ നേതൃത്വം. അപ്പോൾ പൂരം കലക്കിയതിനെ കുറിച്ച് അർഷം പറയുന്നില്ലല്ലോ. എന്താ പറയാത്ത? വോട്ട് ചോരി മുണ്ടാത്ത ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? കാരണം ഇവിടെ അങ്ങനെ ഇത് ആദ്യം പരീക്ഷ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും BJPയുടെ ഒരു അടിമയായിട്ട് ഒരു B ടീമായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കും.